പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഒരു ചെറിയ പരിചയമുണ്ട്. അദ്ദേഹം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ KPCCയിലെ ഇന്ദിരാഭവനില് കോൺഗ്രസിന്റെ ഒരു ഡിജിറ്റൽ ഒരു സംവിധാനത്തിന്റെ തലവനായിട്ട്, അതോ ഓൺലൈൻ സംവിധാനത്തിന്റെയോ മറ്റോ ചുമതലക്കാരനായിട്ട് വന്നപ്പോഴാണ് അദ്ദേഹത്തെ പരിചയം. വളരെ സൗമ്യനായ ചെറുപ്പക്കാരനാണ്. എല്ലാവരോടും വളരെ സന്തോഷത്തോടെയൊക്കെ പെരുമാറും, സ്നേഹത്തോടെ പെരുമാറും. അങ്ങനത്തെ ഒരു നല്ല കൊച്ചൻ. ആ ഗ്രൂപ്പിൽ, ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിട്ടാണ് അന്ന് അനിലിനെ തോന്നിയത്. പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയായിട്ട് വന്നു. പക്ഷെ അതിനു മുമ്പ് ആരോ വന്ന് ആ ഉത്തരവാദിത്വം നേരത്തെ ഞാൻ ഏറ്റെടുത്തു. ഇവിടെ ആരും അദ്ദേഹത്തെ വേണ്ട പോലെ സ്വീകരിച്ചില്ല. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സജീവമായിട്ട് പ്രവർത്തിച്ചുമില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വലിയ കോൺട്രിബ്യൂഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും അതിനുശേഷം പിന്നെ നമ്മൾ അദ്ദേഹത്തെ പറ്റി കേൾക്കുന്നത്, അദ്ദേഹം നരേന്ദ്രമോദിജിയുടെ ചിറകടികളിൽ അഭയം തേടി BJPയിൽ ചേർന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് BJPയിൽ ചേരുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് കാരണങ്ങൾ ഉണ്ടാവാം. അദ്ദേഹം അനുഭവിച്ചിരുന്ന ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹത്തെ പോലെ മറ്റ് സീനിയർ നേതാക്കളായിട്ടുള്ള ആളുകളുടെ മക്കളൊക്കെ നേരിട്ട് ചില ഔദ്യോഗിക സ്ഥാനങ്ങളിലൊക്കെ എത്തിപ്പെട്ടത് കണ്ടപ്പോൾ സ്വാഭാവികമായും നിരാശ തോന്നിയിട്ടുണ്ടാവും. നമ്മുടെ ജ്യോതിരാദിത്യ സിന്ധ്യ, സച്ചിൻ പൈലറ്റ്, മിലിന്ദ് ദിയോറ, അതുപോലെ ജിതേന്ദ്ര പ്രസാദയുടെ മകൻ, അങ്ങനെ ധാരാളം അന്നത്തെ പ്രധാന നേതാക്കളുടെ മക്കള്. ഒന്ന് അനിൽ വിചാരിച്ചു കാണും, അങ്ങനെ വലിയ അധ്വാനമൊന്നും കൂടാതെ, ഒട്ടും വിയർപ്പൊടുക്കാതെ പാർട്ടിയുടെ ഒരു ഉന്നത സ്ഥാനങ്ങളിലേക്ക് ലാൻഡ് ചെയ്യുക എന്നുള്ളത് ഈ സീനിയർ ലീഡേഴ്സിന്റെ മക്കൾക്കുള്ള ഒരു അവകാശമാണ്, അവർക്ക് സംവരണം ചെയ്തിരിക്കുന്നതാണെന്നൊക്കെ ധരിച്ചു കാണും. എന്തായാലും നടന്നില്ല. അതിന് അദ്ദേഹം നിരാശനായിരുന്നു. അപ്പോഴാണ് BJPയിൽ നിന്നൊരു ക്ഷണം വരുന്നത്. AK ആന്റണിയുടെ മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഇവിടെ കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം പത്തനംതിട്ടയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഇപ്പൊ ഈ അനിൽ ആന്റണി ഒരു ഉപന്യാസ വിഷയമാകാൻ കാരണം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പോയതോ BJPയിലെ സ്ഥാനാർത്ഥിയായതോ ഒന്നും അല്ല. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന ഞാനത്ര അമ്പലപ്പൊടിയൊന്നുമല്ല കണ്ടത്. അത് പക്ഷേ വളരെ ഒരു കൗതുകം തോന്നി. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുകാരൊക്കെ പാകിസ്ഥാനിലോട്ട് പോയിക്കൊള്ളണമെന്നാണ്. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോവാം. അതും അനിലിനെ പോലെ വളരെ ജൂനിയർ ആയിട്ടുള്ള, രാഷ്ട്രീയത്തിലെ നമുക്ക് ഊച്ചുമാറാത്ത ഒരു കൊച്ചൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാളാണ് ഈ നമ്മുടെ അനിൽ ആന്റണി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം കാണുമ്പോൾ അനിൽ വളരെ സൗമ്യനായിരുന്നു. പക്ഷെ BJPയിലേക്ക് ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ആളുകൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ സംസാരിക്കുമോ? ഇതിലെന്ന് പറയുമ്പം ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി സംസാരിക്കും. അതാണോ BJPയിൽ ചെല്ലുന്നവരുടെ രീതി? ഹാർവാർഡിലൊക്കെ ഇതാണോ പഠിപ്പിച്ചത്? ഒരു പൊതു രംഗത്ത് നിൽക്കുന്ന ഒരാള് എതിർപക്ഷത്തുള്ളവരോട് പറയാണ് നിങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോയിക്കൊള്ളുമെന്ന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന ഈ പുൽവാമയിലെ പാകിസ്ഥാൻ ഭീകരപ്രവർത്തകരുടെ ആക്രമണം ഉണ്ടല്ലോ, 40 CRPF ഭടന്മാര് വീരമൃത്യു അടഞ്ഞ ഒരു സന്ദർഭമാണ്. അതിനെക്കുറിച്ച് പത്തനംതിട്ടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റണി എന്തോന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് നമ്മുടെ അനിൽ മോൻ ഇത്ര പെട്ടെന്ന് ഇത്രയധികം വികാര ഭരിതനായത്. അദ്ദേഹം ആന്റണിക്കെതിരെ എന്തോ കേസ് കൊടുക്കുന്നു എന്നൊക്കെ ഒന്ന് കേട്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ BJPക്കാർക്ക് മറ്റുള്ളവര് പാകിസ്ഥാനിൽ പോക്കോ എന്ന് പറയാനുള്ള അവകാശം എവിടുന്ന് കിട്ടിയതാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്താ BJPക്കാരുടെ തറവാട്ട് സ്വത്തോ മാറ്റമാണോ ഇന്ത്യ? നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളണം എന്ന് പറയാന്? നമ്മുടെ പറമ്പിൽ കിടക്കുന്ന ഒരാളോട് വേണേൽ നമുക്ക് പറയാം, നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് സ്ഥലം വിട്ടോണം, വേറെ വഴി നോക്കിക്കോണം എന്ന് പറയാൻ നമുക്ക് അധികാരമുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ, ഇന്ത്യയിൽ ജനിച്ചു വളർന്നവര്, ഇവിടുത്തെ പൗരന്മാര്, നമ്മളോട് ഈ രാജ്യം വിട്ടു പോക്കോളാൻ പറയാൻ ഈ BJPക്കാർക്ക് എന്താ അവകാശം? ഈ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത്
അതിന്റെ ഒരു രൂപവൽക്കരണത്തിന് ഈ BJP-ക്കാർക്കോ RSSകാർക്കോ ഒന്നും വലിയ പങ്കൊന്നുമില്ല. ഇത് ലക്ഷക്കണക്കിന് കോൺഗ്രസ്സുകാര്, അതുപോലെ മറ്റു സ്വാതന്ത്ര്യ സമര ഭടന്മാര്, അവര് ചോരയും നീരും ഒക്കെ കൊടുത്ത് സ്വന്തം ജീവൻ ത്യജിച്ച് ഉണ്ടാക്കിയെടുത്തതായി സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത്. അന്ന് ഈ സമരരംഗത്തിറങ്ങിയ ആളുകൾ ആരും ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തിട്ട് യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചോടിയിട്ടില്ല. അവരൊക്കെ ധൈര്യമായിട്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ പോർക്കളത്തിൽ ഉറച്ച് നിന്നിരുന്നവരാണ്. ഈ രാജ്യം നാഗപ്പൂരില് അടവെച്ച് വിരിയിച്ചൊന്നുമല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നമ്മുടെ ഊർജം നഷ്ടപ്പെടുത്തേണ്ട, സ്വാതന്ത്ര്യം ലഭിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഈ ഇന്ത്യയിലെ മുസൽമാന്മാരോടും ക്രിസ്ത്യാനികളോടും കമ്മ്യൂണിസ്റ്റുകാരോടും ഒക്കെ പോരാടാനുള്ള ഊർജം സംഭരിച്ചു വെക്കണമെന്ന് പറഞ്ഞ ആളുകളുമല്ല ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത്. നിരവധിയായ രക്തസാക്ഷികളായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രയത്ന ഫലമാണ് ഈ സ്വതന്ത്ര ഇന്ത്യ. അവിടെ നിന്ന് ആരോടെങ്കിലും മറ്റു രാജ്യത്തേക്ക് പോയിക്കൊള്ളണമെന്ന് പറയാൻ ആർക്കും അധികാരമില്ല എന്നുള്ളത് ആരും മറക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് വിട്ട് BJP-യിലെത്തി അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം നേരത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ കിരീടം വഹിക്കാത്ത രാജാവായിരുന്നു. പിന്നീട് അദ്ദേഹം BJP-യിലേക്ക് ചേക്കേറുകയാണ് ചെയ്തത്. അദ്ദേഹം ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന ജോലി കോൺഗ്രസ് നേതാക്കളെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ എന്തിനും ഏതിനും അത്യാവശ്യം ചീത്ത പറയുക എന്നുള്ളതാണ്. ഒരുപക്ഷെ BJP ചേർന്ന കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്യണമായിരിക്കും. കാരണം അവരിൽ നിന്ന് അതായിരിക്കാം പ്രതീക്ഷിക്കുന്നത്. ഈ ഹിമന്ത ബിശ്വ ശർമ്മ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര അസമിലെത്തിയപ്പോൾ അത് തടയാൻ ശ്രമിച്ച ആളാണ്. പരമാവധി ശല്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ റാലിക്ക് നിരവധി തടസ്സങ്ങൾ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും, അദ്ദേഹത്തെ ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ രാഹുൽ ഗാന്ധി അതൊന്നും കാര്യമാക്കാതെ അദ്ദേഹത്തിന്റെ യാത്രയുമായിട്ട് മുന്നോട്ട് പോയി. അനിൽ ഇപ്പോഴങ്ങനെ കോൺഗ്രസ്സുകാരോട് രാജ്യം വിട്ടോളാൻ പറയുന്നുണ്ട്. അതിന് അദ്ദേഹത്തെ കെൽപ്പുള്ളവരാക്കിയത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ്സുകാരാണ് എന്നുള്ളത് താങ്കൾ മറക്കരുത്. താങ്കൾ BJP-യിലേക്ക് ചെന്നുടനെ സ്വീകരിക്കപ്പെട്ടു. താങ്കളുടെ എന്തെങ്കിലും രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തന പാരമ്പര്യമൊന്നും കണ്ടുകൊണ്ടല്ല. അത് AK ആന്റണിയുടെ മകൻ എന്ന നിലയിൽ മാത്രമാണ്. ഈ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് പറയുന്നത് പോലെ AK ആന്റണി അന്തോണി എന്നൊക്കെ പറഞ്ഞ് എതിരാളികൾ നടന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് ആദർശധീരൻ AK ആന്റണി എന്ന മുദ്രാവാക്യം വിളിച്ച് ഇന്നത്തെ AK ആന്റണിയെ സൃഷ്ടിച്ചത് എന്ന് മോൻ മറക്കരുത്. അദ്ദേഹം KPC പ്രസിഡന്റായി, കേരള മുഖ്യമന്ത്രിയായി, AICC ജനറൽ സെക്രട്ടറിയായി, കേന്ദ്രമന്ത്രിയായി, അങ്ങനെ ഇന്ത്യയിലെ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന 4-5 നേതാക്കളിൽ ഒരാളായി. ആന്റണിയാക്കിയ കോൺഗ്രസ്സുകാരോടാണ് മോനിപ്പോ പറയുന്നത്, വേണമെങ്കിൽ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിൽ പോയിക്കൊള്ളാൻ. ഈ പുൽവാമ ബാലാക്കോട്ട് സംഭവം, 40 CRP ഭടന്മാരെ പാകിസ്ഥാൻ ഭീകരന്മാർ വധിക്കുന്നു, നമ്മൾ തിരിച്ചടിക്കുന്നു. ആ ഒരു സംഭവത്തെക്കുറിച്ച് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് വിശ്വസിക്കാനാണ് ഒരു രാജ്യസ്നേഹിയായ എനിക്കിഷ്ടം. ഞാൻ ഈ കോൺഗ്രസിന്റെ 5 രൂപ മെമ്പർ അല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ഞാനിവിടെ തുടർന്നും പാർത്തുകൊള്ളാൻ അനിൽ മോൻ സമ്മതിക്കുമായിരിക്കും. ഞാൻ അത്യാവശ്യം ഇന്ത്യക്കാരനായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആളുമാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് എന്ന് പറയുന്ന BJP-യുടെ ഗവർണറെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് മോൻ മറക്കരുത്. അദ്ദേഹം പറഞ്ഞത് പുൽവാമയിലെ ആക്രമണം ഒഴിവാക്കാമായിരുന്നു. CRPFകാര് ആഭ്യന്തര മന്ത്രാലയത്തോട് അപേക്ഷിച്ചതാണ്. ഒരു വലിയ കോൺവോയ് പോവുകയാണ്, അത് റോഡിലൂടെ പോകുന്നത് സുരക്ഷിതമല്ല, അവർക്ക് വിമാനത്തിൽ പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന്. അത് നിരസിച്ചത് ആഭ്യന്തര മന്ത്രാലയമാണ്. ഗവർണർ ഈ കാര്യം പ്രധാനമന്ത്രിയെ അറിയിച്ചു.
അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് ഇക്കാര്യം ആരോടും മിണ്ടണ്ട എന്നാണെന്ന് ഗവർണറായിരുന്ന സത്യപാൽ മാലിക് ഇന്ത്യൻ ജനതയോട് പറഞ്ഞത് ഇപ്പോഴും പൊതു ഇടത്തിലുണ്ട്. അത് മറന്നുപോകരുത്. ഇത് സർക്കാരിന് പറ്റിയ വീഴ്ചയാണ് പുൽവാമ എന്ന് അദ്ദേഹം ആവർത്തിച്ചു. അത് മാത്രമല്ല, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഇത് സംബന്ധിച്ച അന്വേഷണം വേണമെന്നും ഗവർണർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ ഒന്നും നടന്നില്ല, വിട്ടുകളയാണ് ഉണ്ടായത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം BJP നന്നായിട്ട് ഉപയോഗിച്ചു. അതിനവരെ കുറ്റം പറയാനാവില്ല. ബാലാക്കോട്ടേക്ക് നടത്തിയ പ്രത്യാക്രമണം, സർജിക്കൽ സ്ട്രൈക്ക്, അതിൽ പങ്കെടുത്ത സൈനികർ, നിങ്ങളുടെ ആദ്യ വോട്ടുകൾ ആ സൈനികർക്കുള്ള ഒരു സമർപ്പണമായിരിക്കണം, ഒരു ട്രിബ്യൂട്ടായിരിക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തെ നവ വോട്ടർമാരോട് പറയുന്ന വൈകാരിക സംഭവം പോലും ഉണ്ടായി. സത്യപാൽ മാലിക് പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഗവൺമെന്റ് പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാനാണ് നമുക്ക് താല്പര്യം. പക്ഷേ താങ്കൾ വലിയ വികാരാവേശത്തോടുകൂടി സംസാരിച്ച ഈ പുൽവാമ സംഭവത്തിന് സത്യപാൽ മാലിക്കിൻ്റെതായ വ്യത്യസ്തമായ ഒരു നറേറ്റീവ് ഉണ്ട് എന്ന കാര്യം മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രീ AK ആന്റണി എന്ന നേതാവ് കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നേതാവാ. അവര് ജീവന്റെ ജീവനായിട്ട് കരുതുന്ന ഒരാളാ. അപ്പൊ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോനെ, കോൺഗ്രസ്സുകാരൊക്കെ പാകിസ്ഥാനിലോട്ട് പോകുമ്പോ ഞങ്ങൾ അദ്ദേഹത്തെയും കൊണ്ടുപോകണോ അതോ ഇവിടെ നിർത്തിവെച്ച് പോകണോ? അതിനൊരു മറുപടി കൂടി താങ്കൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.